ഹലോ എവ്രി വൺ. കുറെ നാളായല്ലേ നമ്മളെ കണ്ടിട്ട്. കുറച്ച് ജോലി തിരക്കും പിന്നെ അല്ലറ ചില്ലറ വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോസ് ചെയ്യാൻ ഇത്ര നാളായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും ഞങ്ങൾ വന്നിരിക്കുവാണ്. കുറച്ച് നല്ല നല്ല വീഡിയോസും നല്ല നല്ല ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണെങ്കിലും ഒരു നഴ്സറി വിസിറ്റ് ആണ്. ഇതിന് മുന്നേ പോയിട്ട് നമ്മൾ കണ്ട് എന്താ പറയാ, ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അങ്ങോട്ട് നഴ്സറിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കലേറ്റിങ്ങരയിലുള്ള പ്ലാന്റ്സ് പാർക്ക് നഴ്സറിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ ഒരുപാട് കളക്ഷൻ ഓഫ് ബ്യൂട്ടിഫുൾ എന്താ പറയുന്നത്, പൂ ഉണ്ടാവുന്ന ചെടികളും നല്ല നല്ല ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒക്കെ ഒരുപാട് നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും കലേറ്റിങ്ങരയിലുള്ള പ്ലാന്റ്സ് പാർക്ക് നഴ്സറിയിലേക്കാണ് പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്ലാന്റ്സ് പാർക്ക് നഴ്സറി വെച്ച് കാണാം. അപ്പൊ നമ്മളിപ്പം പ്ലാന്റ്സ് പാർക്ക് നഴ്സറിയിൽ വന്നേക്കുവാണ്. കലേറ്റിങ്ങരയിലാണ് ഈ നഴ്സറി ഉള്ളത്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെയും വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരുപാട് നല്ല ബോഗൻവില്ലയുടെയും അതുപോലെ തന്നെ പൂച്ചെടികളുടെ ഒരുപാട് നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. അതുകൂടാതെ നല്ല നല്ല ഇൻഡോർ പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ കണ്ടോ, ക്രിസ്മസിന്റെ സമയമായപ്പോഴത്തേക്കും പോയിൻസെറ്റയുടെ നല്ല നല്ല വെറൈറ്റീസ്, എനിക്ക് തോന്നുന്നു ഇതൊരു 5-6 വെറൈറ്റി ഇതിനകത്ത് തന്നെ ഉണ്ട്. പോയിൻസെറ്റയുടെ വെറൈറ്റീസ്, പിന്നെ അഗ്ലോണിമ ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇൻഡോറിലും പൂവുണ്ടാക്കുന്ന ഒരു ചെടിയാണിത്. ഇതിന്റെയും ഒരുപാട് നല്ല കളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ സ്നേക്ക് പ്ലാന്റിന്റെ ഒക്കെ ആണെങ്കിലും വെറൈറ്റീസ് ഉണ്ടാവും. ഇങ്ങനെ സ്വേൾ ചെയ്തിട്ടുള്ള ലീവ്സ് ആയിട്ടുള്ളതും പിന്നെ നോർമൽ ലീവ്സും പിന്നെ മുകളിലേക്ക് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ടുള്ള വെറൈറ്റി, അങ്ങനെ പല ടൈപ്പ് ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അതുപോലെ അഡീനിയംസും ഓക്കെ. പിന്നെ ഇവിടെ കലേഡിയംസ് ഉണ്ട്, കലാത്തിയുടെ വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ എപ്പോഴും കാണുന്ന വെറൈറ്റീസ് തന്നെയാണ്, അല്ലാത്ത കുറച്ച് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് കലേഡിയംസും അവൈലബിൾ ആണ്. ഇത് കണ്ടോ, ഇത്രയ്ക്കും ലാർജ് ആയിട്ടുള്ള ഇതുപോലത്തെ ഫേൺസ് ആണെങ്കിലും അവൈലബിൾ ആണ്. വലിയ ചെടികൾ നമുക്ക് വീട്ടിൽ ചിലർക്ക് വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഓരോ സെറ്റ് ചെയ്തൊക്കെ വെക്കാനൊക്കെ ആയിട്ടും വലിയ വലിയ ചെടികളാണെങ്കിലും അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ചെടിയുടെ ഒരു വെറൈറ്റി ഉണ്ടോ, ഇത് നമ്മൾ സാധാരണ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് മുകളിലേക്ക് വരണത് പോലെ അല്ല. ഇതിപ്പോ ഒരു ഇച്ചിരി എന്താ പറയാ, വേറെ എന്തെങ്കിലും മിക്സ് ഉള്ള പോലെ തോന്നുന്നു. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആയി. ചിലതിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല, പക്ഷെ ചൈനീസ് ഡോൾ കണ്ടോ, അതിന്റെ തന്നെ ഒരു വെറൈറ്റി ഉണ്ട് ചൈനീസ് ഡോളിന്റെ. അങ്ങനെ ആരുടെയും കയ്യിൽ ഇപ്പൊ കണ്ടു തുടങ്ങിയിട്ടില്ല. ഗോൾഡൻ ഡോൾ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ തന്നെ ഒരു വെറൈറ്റി പ്ലാന്റ്സ് ഇപ്പൊ ഇവിടെ അവൈലബിൾ ആണ്. കണ്ടോ, നമ്മുടെ ചൈനീസ് ഡോളിന്റെ ഒരു വെറൈറ്റി ഗോൾഡൻ ഡോൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണിത്. തീരെ ചെറിയ ചെറിയ പ്ലാന്റ്സ് ആണ്, പക്ഷെ ഇത് എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഇത് ആരുടെ അടുത്തും അങ്ങനെ വന്നു തുടങ്ങിയിട്ടില്ല. എല്ലാം ഗോൾഡൻ കളർ ലീവ്സ് ആയിരിക്കും. ഇത് ഇപ്പൊ മിക്കവരും വാങ്ങിക്കുന്നുണ്ട് ചൈനീസ് ഡോൾ. അത് അതിന്റെ ലീവ്സ് പ്ലാസ്റ്റിക് പോലെ ഇരിക്കും, നല്ല ഭംഗിയാണല്ലോ കാണാനായിട്ട്. അതിന്റെ തന്നെ ഗോൾഡൻ വെറൈറ്റി ആണിത്. അഡീനിയംസ്, നീ അല്ലാണ്ട് മറ്റേ അഡീനിയംസ് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ബോഗെയിൻവില്ല കളക്ഷൻ ആണ്. അത് ഫ്രണ്ടിലും ഉണ്ട്, പിന്നെ ഇവിടെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ വെറൈറ്റീസ് ഓഫ്, ഈ അങ്കിളുടെ അടുത്ത് നല്ല നല്ല വെറൈറ്റി ഓഫ് ബോഗെയിൻവില്ലാസ് എപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ കണ്ടോ, റെഡ് ചില്ലി വെറൈറ്റി ആൻഡ് വെരിഗേറ്റഡ് ആയിട്ടുള്ള കളർഫുൾ
പല പല കളറുള്ള ഒരുപാട് നല്ല ചെടികൾ ഞങ്ങളുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇത് ചെറിയ ചെറിയ പ്ലാന്റ്സ്, പുതിയ വെറൈറ്റീസ് ഇപ്പം വന്നേക്കുവാണ്. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് നടന്ന് വേഗം കാണാം. മിനിയേച്ചർ ലീവ്സിന്റെ ഒരു വെറൈറ്റിയാണ് ഇത്. അതിന്റെ ഇടയിൽ കൂടെ ലീവ്സ് അല്ല പൂക്കൾ കാണുന്ന രീതിയിലുള്ള മിനിയേച്ചർ ലീവ്സ് ആയിട്ടുള്ള ഒരു വെറൈറ്റി. ആപ്പിൾ റെഡ്, അത് അതന്നെ ബ്ലാക്ക് കളർ ലീവ്സ് ആയിട്ടാണ് ഇത് വരിക. അതിന്റെ ബ്ലാക്ക് മറിയ എന്നാണ് ഇതിന്റെ പേര്. അതൊന്ന് ഫോക്കസ് ചെയ്യും, അതൊന്ന് ഫോക്കസ് ചെയ്യും. ഈ പൂ ഇതെല്ലാം മൾട്ടിഗ്രാഫ്റ്റ് ബൊഗെയിൻവില്ലകളാണ്. ഇതിനകത്തെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒരുപാട് ബൊഗെയിൻവില്ലാസ് മിക്സ് ചെയ്തിട്ട് ചെയ്തേക്കുന്ന ബൊഗെയിൻവില്ലാസ് ആണ്. മൾട്ടിഗ്രാഫ്റ്റ് ചെടികളാണ്. അതൊരു 1000 തരമെങ്കിലും ഇവിടെ ഉണ്ടാവും. ഒരു 1000 വെറൈറ്റീസ് എങ്കിലും ഉണ്ടാവും. ആണോ? ശരി ശരി. തിരങ്ക എന്ന് പറയും, അതുപോലെ മഹാറാണി എന്നും പേരാണ്. കാരണം നമ്മുടെ എന്താ പറയാ ദേശീയ പതാകയുടെ ഒരു കളർ വെറൈറ്റി പോലെ ഇരിക്കുന്ന ഒരു വെറൈറ്റിയാണ് മഹാറാണി എന്നാണ് അതിന്റെ പേര്. ഇത് കണ്ടോ, ഈ ലീവ്സ് ഭയങ്കര നല്ല വെറൈറ്റിയാണ്. കണ്ടോ, ഇതിന്റെ പേര് ഓറഞ്ച് സെപ്റ്റംബർ എന്നാണ്. വരാനായിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ ലീവ്സ് ഒക്കെ നല്ല വെറൈറ്റിയാണ്. ഈ പൂ വാട്ടർമെലൺ ബൊഗെയിൻവില്ലയാണ്. ഇതിന്റെ പ്രത്യേകത ഇതിന്റെ കളർ പിങ്കും റെഡും ആണ്. ഈ ഇരിക്കുന്ന സെക്ഷനൊക്കെ അദർന എന്ന് പറഞ്ഞ ബൊഗെയിൻവില്ല പ്ലാന്റ്സ് ആണ്. ഇതിനകത്തൊക്കെ പൂക്കളായി വരുന്നേ ഉള്ളൂ. നല്ല മെച്ചോർഡ് പ്ലാന്റ് ആണ്, നല്ല ഹെൽത്തി ആൻഡ് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് ഇതെല്ലാം. പിന്നെ ഈ കാണുന്നതൊക്കെ അർജുന എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ്. അർജുന എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതെല്ലാം. ഈ ചെടി കണ്ടോ, ഇതിന്റെ പേര് റെയിൻബോ വെരിഗേറ്റഡ് എന്നാണ്. ഇത് ലീവ്സ് ഓൾറെഡി വെരിഗേറ്റഡ് ആണ്. അതും കൂടാതെ ഫ്ലവേഴ്സ് ആണെങ്കിലും വെരിഗേറ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. ഈ ഒരു ചെടീനെ കണ്ടോ, വെൽവെറ്റി ആയിട്ടുള്ള ലീവ്സ് ആണ്. ഇതിന്റെ പേര് റെഡ് സ്ട്രിപ്പ് എന്നാണ്. ഇതിന്റെ ലീവ്സ് ആണെങ്കിലും ലീവ്സ് പോലും വെറൈറ്റി ആണ്. കണ്ടോ, ഒരു 2-3 കളേഴ്സ് ഉള്ള ലീവ്സ് ആണ്. ആൻഡ് ഫ്ലവേഴ്സ് ആണെങ്കിലും ബ്യൂട്ടിഫുൾ റെഡ് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ്. ഈ യെല്ലോ ആൻഡ് ലൈറ്റ് ഗ്രീൻ ലീവ്സ് വരുന്നതെല്ലാം ഫ്ലാഷ് വെരിഗേറ്റഡ് എന്ന് പറഞ്ഞ ബൊഗെയിൻവില്ലയാണ്. ഇതിലൊക്കെ പൂക്കളാവാൻ തുടങ്ങുന്നേ ഉള്ളൂ. പുതിയ വെറൈറ്റീസ് ആയ കാരണം കൊണ്ട് കാണിച്ചു പോകുന്നേ ഉള്ളൂ. ഇതെല്ലാം ബ്രീസ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിനകത്ത് നല്ല റെഡ് കളറിലുള്ള ബ്യൂട്ടിഫുൾ ഫ്ലെയിം പോലത്തെ ഉള്ള ഫ്ലവേഴ്സ് ആണ്. അത് നിറയെ പൂക്കളാവും. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. ഫുൾ ചെടി നിറയെ റെഡ് കളർ പൂക്കളാവുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് കണ്ടോ, ഒരു 5 തരം ബൊഗെയിൻവില്ല ചെടികൾ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ പൂക്കൾ കണ്ടോ, ഓറഞ്ച് ആൻഡ് ഒരു റോസ് കളർ വെറൈറ്റി ഉണ്ട്. അതുപോലെ നമ്മുടെ പണ്ടത്തെ പിങ്ക് വെറൈറ്റി ഉണ്ട്. അല്ലാത്ത ഒരു ഡാർക്ക് ഓറഞ്ച് വെറൈറ്റി ഉണ്ട്. അങ്ങനെ ഒരു 5 തരം പൂക്കൾ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ളതാണ്. ഇത് നിറയെ പൂക്കളാവും ഇനി കുറച്ച് കഴിയുമ്പോൾ. ഇതെല്ലാം ഗ്രാഫ്റ്റഡ് വെറൈറ്റി ഓഫ് ബൊഗെയിൻവില്ലാസ് ആണ്. തന്നാ മതി. തന്നാ മതി. വരാം. കുഴപ്പമില്ല. അല്ല, അത് കഴിഞ്ഞിട്ടാ മതി. നോ പ്രോബ്ലം. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തോണ്ട്. ഇതിനകത്ത് ഞാൻ എനിക്ക് ചിലത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചുമ്മാ എടുത്തു പോവാം. അതെയാ, വിറ്റതാണ്. ഓക്കെ ഓക്കെ. അത് ഫുൾ പോവാവൂല്ലേ? അങ്കിളപ്പ ഇങ്ങനെ സ്ഥലങ്ങൾ എടുത്തോണ്ടിരിക്കുകയാണല്ലേ. ഇത് രസമല്ലേ? ഇത് നിറയെ ഇനി പൂക്കളാവും. ഈ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് ഫുള്ള് നല്ല പിങ്ക് കളറിലാവുന്ന വലിയ 2 മരം എന്ന് വേണമെങ്കിൽ പറയാം. മരങ്ങളാണ്.
കൊട പോലെ ആയിട്ട് നിക്കണ ഒരു നന്നായിട്ട് കട്ട് ചെയ്ത് നിർമ്മിക്കാന്ന് പറയാം. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇത് ഫുൾ പൂക്കളും കൂടി ആവുമ്പോ പറയണ്ട. ഇത് കണ്ടോ, ഇത് അബിയു ഫ്രൂട്ട് ആണ്. ആക്ച്വലി ഇവർക്ക് ഫ്രൂട്ട്സിന്റെ വേറെ സെപ്പറേറ്റ് നല്ലൊരു ഇതുണ്ട്, കളക്ഷൻ ഉണ്ട്. ഞാനിപ്പോ കണ്ടപ്പോ പറയുന്നു മാത്രം. അബിയു ഫ്രൂട്ട് ഇങ്ങനെ നന്നായിട്ട് നിൽക്കുന്ന കണ്ടിട്ട് പറയുന്നു മാത്രം. പക്ഷെ ഇവർക്ക് വേറൊരു സെക്ഷൻ ഉണ്ട്, ഫുൾ നല്ല ഫ്രൂട്ട്സിന്റെ വെറൈറ്റീസ് ഉണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്കത് ചെയ്യാം. മിറാക്കിൾ ഫ്രൂട്ട് അല്ലേ ഇതിനകത്ത്? ഇത് ഫ്രൂട്ട്സ് കാണാടാ, കുരു തിന്നരുത്. ഇതിനകത്ത് നിറയെ മിറാക്കിൾ ഫ്രൂട്ട് ഇതിന്റെ ഉള്ളിലൊക്കെ കാണാം. കുഞ്ഞി കുഞ്ഞി ഫ്രൂട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ, സ്വീറ്റ് അമ്പഴം കൊലയായിട്ട് കിടക്കാണ്. സ്വീറ്റ് ആണിത്, സ്വീറ്റ് അമ്പഴം. ഇത് ഞാൻ കണ്ടപ്പോ ചെയ്തു എന്ന് മാത്രം. കുറെ ആക്ച്വലി ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് വലിയ കളക്ഷൻ തന്നെ ഉണ്ട്. ഫ്രൂട്ടിങ്, അതായത് ഈ ഇങ്ങനത്തെ ഫ്രൂട്ട്സിന്റെ കളക്ഷൻ തന്നെ ഉണ്ട് ഇവർക്ക്. ഇവിടെ ഈ ഭാഗത്തൊക്കെ അതാ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഈ പറയുന്ന പോലെ നോർമൽ നമ്മൾ കാണാറുള്ള തരത്തിലുള്ള പൂച്ചെടിയാണ്. നല്ല വെറൈറ്റിയാണ്. 2 കളേഴ്സ് ആയിട്ട് വയലറ്റ് ആൻഡ് വൈറ്റ് കളറിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾ ഇവിടെ ധാരാളം വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഇതൊക്കെ പോയിൻസെറ്റയുടെ പല പല വെറൈറ്റീസ് ആണ്. ഡാർക്ക് റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, വെരിഗേറ്റഡ് റെഡ് ഉണ്ട്. കണ്ടോ, വൈറ്റ് ആൻഡ് റെഡ് വരുന്ന വെറൈറ്റി ഉണ്ട്. വെരിഗേറ്റഡ് ആയിട്ടുള്ള പിങ്ക് ആൻഡ് വൈറ്റ് ഉണ്ട്. അതുപോലെ നല്ല കട്ട കുത്തി നിൽക്കുന്ന പോലത്തെ ബ്യൂട്ടിഫുൾ പോയിൻസെറ്റ വെറൈറ്റീസ് ഉണ്ട്. എന്ത് രസം കാണാൻ. ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നുള്ളൂ. നല്ല രസം. അത് നോക്കി നല്ല രസം കാണാൻ. ശരിക്കും നമുക്കിങ്ങനെ ക്രിസ്മസിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യൂലേ ചില പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വെച്ചിട്ട്, അതേപോലെ നിൽക്കുന്നു. ലീഫ് നല്ല രസമില്ലേ കാണാൻ. ബ്യൂട്ടിഫുൾ ഇൻഡോർ പ്ലാന്റ്സിന്റെ കളക്ഷൻ ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഇതിന്റെ കളർ കണ്ടോ, ഇത് ഭംഗിയ കാണാൻ. ബ്യൂട്ടിഫുൾ. ഇതെല്ലാം ചെമ്പരത്തിയുടെ വെറൈറ്റീസ് ആണ്. ഡിഫറെന്റ് കളേഴ്സ്, യെല്ലോവും എല്ലാം ഉണ്ട്. നോക്ക്, ഇവിടെ യെല്ലോ. ഗുഡ് കളക്ഷൻ ഓഫ് ജെറബറ. നോക്കേ, ഇത് കണ്ടോ, നല്ല രസമല്ലേ ഇങ്ങനെ നീളത്തിൽ പോയിക്കണ. ഇതിന്റെ പേര് പെൻസിൽ പൈൻ എന്നാണ്. നല്ല ഭംഗി കാണാൻ. ഇത് ഒരുപാട് സ്ഥലമൊന്നും എടുക്കൂല, നല്ല ഒതുങ്ങി നീളത്തിൽ പോകുന്ന ചെടിയാണ്. ഇങ്ങനെ എടുത്ത് പോവോ? മതി, അതിന്റെ തൊട്ടടുത്തുള്ള വലിയ ലീവ്സും കൂടെ ബ്ലാക്ക്. അങ്ങനെ ഇവിടുത്തെ കഴിഞ്ഞോ? നമുക്ക് ഓക്കെ ഓക്കെ ഓക്കെ, അത് കാണിക്കാം. ഇതെല്ലാം ഒരു ചെടിയിൽ വരുന്ന വെറൈറ്റീസ് ആണ്. ഇതെല്ലാം കണ്ടോ, പലതരം വരുന്നുണ്ട്. ഒക്കെ ഗ്രാഫ്റ്റഡ് ആണ്. പൂവിന് മാത്രം അത്ര വെറുതെ കാണിച്ചാൽ മതി. ആയാലോ അവളുടെ വീട്ടിൽ ഇവിടുന്ന് 1 കിലോമീറ്റർ പോകണമെന്ന് പറഞ്ഞു. അത്ര കളയാൻ. ആ
പിന്നെയും അങ്ങനെ തന്നെ.